ഇൻഡിക്കേറ്റർ ക്ലോസ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ അതിന്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങളിത് റെക്കോർഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് നോട്ട് അവൈലബിൾ എന്നുള്ള രീതിയിൽ തിരിച്ചത് ആക്സസ് പറയും. അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് തരത്തിലുള്ള അവയർനെസ്സാണ് കൊടുക്കുന്നത് എന്നുള്ളത് പലരും ചോദിക്കണ്ടായി, പലരും കളിയൊക്കെ ഉണ്ടായി, നിങ്ങൾക്ക് ഇതിന് ഫൈൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി മലയാളികൾ പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു നെഗറ്റീവ് വശമാണ് ആദ്യം കാണുക. പക്ഷേ ആ നെഗറ്റീവ് വശങ്ങൾ കാണണ്ട. ഇതാണ് മെറ്റൻ്റെ റൈബാൻ ഗ്ലാസ്. ഈ ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പം മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണം. പ്രത്യേകിച്ച് വണ്ടിൻ്റെ അകത്തുള്ള POV ഷോട്ടുകളൊക്കെ ഈ റൈബാൻ ഗ്ലാസ്സിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ ഇറങ്ങിയ വിവരം ഇതിൽ ഇറങ്ങിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് പൊതുവെ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അല്ലാതെ നമ്മൾ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കലില്ല. അങ്ങനെ എടുത്തിട്ട് ഫൈൻ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം അത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രശ്നമായിട്ട് ചെയ്യരുത് എന്നുള്ളത്. അപ്പം നെഗറ്റിവിറ്റി കുറച്ച് കുറക്കുക. എന്തെങ്കിലും ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചെങ്കിലും മനസ്സ് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സാധനത്തിനെ പറ്റിയിട്ട് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു. കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായി ഗ്ലാസ് എന്താ അവസ്ഥ എന്നുള്ളത്. എൻ്റെ ജെനുവിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് യു ആർ എ വീഡിയോ ഷൂട്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം ഹാൻഡ്സ് ഫ്രീ ആയിട്ട് വളരെ ഈസി ആയിട്ട് നടന്നു പോകുന്നതും വരുന്നതും, അല്ലെങ്കിൽ നമ്മളൊരു മാളിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാനൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അത്യാവശ്യം 32 GB സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ മൊബൈൽ അടുത്ത് വരുന്നതോട് കൂടി ആപ്പിൽ കൂടി കണക്ടിവിറ്റിയിൽ അത് നമ്മൾ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ആവും, അതിൽ നിന്ന് അത് പോകും. അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ വരുന്നില്ല. 4K ക്വാളിറ്റി ഇല്ല, എന്നാലും 1080p ഒരുപടി മുകളിലാണ്. എനിക്ക് ഡേ നൈറ്റ് വിഷൻസ് ഒക്കെ നല്ല ഭംഗിയിലുണ്ട്. നിങ്ങൾക്ക് എയർപോർട്ടിലുള്ള വീഡിയോ, മാളിൻ്റെ ഉള്ളിലുള്ള വീഡിയോ, നൈറ്റ് ഞങ്ങൾ സ്ട്രീറ്റിൽ പോയ വീഡിയോസൊക്കെ ഈ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ പേജിൽ നോക്കി കഴിഞ്ഞാൽ ബാക്കി കാണാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. വോയിസ് ക്വാളിറ്റി അടിപൊളിയാണ്. ഈവൻ കോൾ ചെയ്യുമ്പം നമുക്ക് ഇതിൽ തന്നെ കോളിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്, വോളിയത്തിൻ്റെ ഇത് വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഇട്ടാലല്ലേ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തത വരുള്ളൂ. ഞാനായിട്ട് കാണിച്ചു തരാം. ഈ ഒരു കവറ്, ഈ കവറിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വരും. ഇതിലൊരു ചാർജിങ്ങിൻ്റെ ഭാഗമുണ്ട്, അത് തുടക്കാനുള്ള ഒരു ക്ലോത്തും ഉണ്ട്. ഇപ്പം ഇത് ഫോണിനായിട്ട് കണക്റ്റായി ഞാനത് ഓണാക്കി. ഇവിടെ ഒരു സൈഡിൽ ക്യാമറ, ഒരു സൈഡിൽ ഇൻഡിക്കേറ്ററും ഉണ്ടാവും. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടുള്ളത്. അപ്പം കൊള്ളരുതായ്മക്കൊന്നും പോകരുത്, പ്രത്യേകം പറഞ്ഞുതരാം. പിടിക്കൂലെന്ന് വിചാരിച്ചിട്ട് പൊട്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. പബ്ലിക് പ്ലേസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ലൈസൻസ് ഇല്ലാത്തവർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഐ മീൻ വ്ളോഗിംഗ് ലൈസൻസ് ഒന്നും ഇല്ലാത്തവർ യൂസ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ പ്രശ്നമാണ്. ഇവിടെ പ്രൈവസി വല്ലാതെ മാനിക്കുന്ന ഒരു കൺട്രിയാണ് UAE. അപ്പോൾ നിങ്ങളത് എപ്പോഴും മനസ്സിലുണ്ടാവണം. പിന്നെ പറയാനുള്ളത്, എനിക്കിത് വെച്ചിട്ടുള്ള ഒരു പ്രശ്നം ഫീൽ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൺഗ്ലാസ് ആയിട്ടാണ് ഞാൻ ആദ്യം ഇതിനെ കണ്ടത്. സൺഗ്ലാസും കൂടി പെടുമല്ലോ എന്നുള്ളത്. പക്ഷേ ഈ സൺലൈറ്റ് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ചില സമയത്ത് കൃത്യമായിട്ട് മുഖത്തടിക്കാതെ വരുമ്പം ഇത് ഡാർക്ക് ആവില്ല, ഇതൊരു പ്ലെയിൻ ഗ്ലാസ് പോലെ ആവും. അപ്പോൾ എനിക്ക് അതിനൊരു ഫീല്, കാരണം സൺഗ്ലാസ് ഇടുന്നത് നമുക്ക് കൂടുതലും വെയിൽ മറച്ചിട്ട് ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടാറ്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ലൈവ് ട്രാൻസ്ലേഷനും അതേപോലെ നമ്മൾ ആസ്ക് മെറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സംസാരിക്കും. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറഞ്ഞിരിക്കും ചെയ്യും. അതിൽ എല്ലാ ലാംഗ്വേജസും വന്നിട്ടില്ല, വളരെ ചുരുങ്ങിയ 3-4 ലാംഗ്വേജസ് വന്നിട്ടുള്ളൂ. അതേപോലെ നമ്മൾ ബോർഡിൽ നോക്കി അതിൻ്റെ ട്രാൻസ്ലേഷൻ ചോദിച്ചാലൊന്നും എല്ലാതും അപ്ഡേറ്റ് ആയിട്ടില്ല. ഐ ഹോപ്പ് അടുത്ത ഫ്യൂച്ചർ അപ്ഡേറ്റുകളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ആഡ് ചെയ്യും. അതേപോലെ പേയ്മെന്റ്സിന്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ മ്യൂസിക് കേൾക്കാം, നമ്മൾ ഫോൺ ചെയ്യണത് നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കാം. ബാറ്ററി ബാക്കപ്പ് വളരെ നല്ല ബാക്കപ്പ് തന്നെയാണ്. നമ്മളൊരു 3-4 hours എന്തായാലും ഗ്ലാസ് വെക്കും, ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും, പുറത്തു പോകും, ചില സമയത്ത് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് ഇതിലേക്ക് വന്നാൽ എയർപോർട്ട് ചാർജ് ചെയ്യണ പോലെ തന്നെ ചാർജ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊരി വെക്കാം. ഇനി ഇത് റെക്കോർഡ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല ഗ്ലാസ്. ഇതിപ്പോൾ പിന്നെ റെക്കോർഡ് ബട്ടൺ അമർത്തി, അപ്പോൾ ഇതിൽ ലൈറ്റ് കത്തുണ്ടാവും. ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് പ്രസ്സിൽ വീഡിയോ റെക്കോർഡാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് ഓഫ് ആവും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫോട്ടോ ക്യാപ്ചർ ആവും. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ട്. നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യണില്ല എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൻ്റെ കളേഴ്സ് മാറുന്നത് അതിൻ്റെ യൂസർ മാനുവലുണ്ട്, ഏത് കളേഴ്സ് വന്നാൽ എന്തൊക്കെ ഓപ്ഷൻസ് എന്നുള്ളത്. ഒരിക്കലും ഇൻഡിക്കേറ്റർ ക്ലോസ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങളിത് റെക്കോർഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് നോട്ട് അവൈലബിൾ എന്നുള്ള രീതിയിൽ തിരിച്ചത് ആക്സസ് പറയും. അപ്പം പ്രൈവസി ഞാൻ പറഞ്ഞല്ലോ, പ്രൈവസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ വ്ളോഗേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ഹാബിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചോളി. ഏറ്റവും ഈസി ആയിട്ട്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ പോകുന്ന ഭാഗങ്ങൾ, നമ്മളെവിടെയെങ്കിലും പർച്ചേസിന് പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ മേലെ വെച്ച് നോക്കാനുള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. നല്ല വൈഡ് ലെൻസ് ആണ്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എങ്ങോട്ടാണോ നോക്കുന്നത്, ആ ഒരു പിക്ചർ കൃത്യമായിട്ട് ഇതിൽ ക്യാപ്ചർ ആകുന്നുണ്ട്. അപ്പം എല്ലാവരും മറ്റേ റൈബാനെ ചോദിച്ചവർക്കുള്ള എൻക്വയറി ഒക്കെ ഞാൻ സോൾവ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കൂടി പറഞ്ഞുതരാം. ഞാൻ വാങ്ങിച്ചത് എവിടുന്നാണ്, ആ വീഡിയോസൊക്കെ തൊട്ട് മുമ്പുള്ള പേജിൽ, അല്ല തൊട്ടുള്ള മുന്നുള്ള റീൽസിലുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ശരി.